എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് ത്രാഷിംഗ്. അപ്പം ത്രാഷിംഗ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ രണ്ട് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? പേജ് ഫാൾട്ടും അതുപോലെ തന്നെ സ്വാപ്പിംഗ്. ഫസ്റ്റ് എന്താണ് പേജ് ഫാൾട്ട് അല്ലേ? അപ്പം നമ്മൾ ഓരോ പ്രോഗ്രാമിനെയും ഡിവൈഡ് ചെയ്ത് പേജുകളാക്കി മാറ്റും. അങ്ങനെയുള്ള ഒരു പേജിനെ സെർച്ച് ചെയ്യുമ്പോൾ അത് മെയിൻ മെമ്മറിയിൽ ഇല്ലെങ്കിൽ അവിടെ ഒരു പേജ് ഫാൾട്ട് ഒക്കർ ചെയ്യും. ഇതെന്താണ്? സ്വാപ്പിംഗ് അല്ലേ? ഒരു പേജ് ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ പേജ് സെക്കൻഡറി മെമ്മറിയിൽ പോയി ഫെച്ച് ചെയ്ത് മെയിൻ മെമ്മറിയിലെ ഏതെങ്കിലും ഒരു പേജുമായിട്ട് സ്വാപ്പ് ചെയ്യും. ഇതാണെന്ത്? സ്വാപ്പിംഗ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ? അതായത് ഒരു പേജ് ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? ആ പേജ് സെക്കൻഡറി മെമ്മറിയിൽ പോയി ഫെച്ച് ചെയ്ത് എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിലെ ഏതെങ്കിലും ഒരു പേജുമായിട്ട് സ്വാപ്പ് ചെയ്യും. In case if the page fault and swapping happens very frequently at a higher rate, then the operating system has to spend more time swapping these pages. This state in the operating system is termed thrashing. Because of thrashing, the CPU utilization is going to be reduced. ഫ്രീക്വൻ്റ് ആയിട്ട് ഹയർ റേറ്റിൽ പേജ് ഫാൾട്ടും സ്വാപ്പിങ്ങും സംഭവിക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടുതൽ ടൈം എന്താണ് പേജസ് സ്വാപ്പ് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കും. സോ ആ ടൈമിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ആണെന്ത്? ത്രാഷിംഗ് എന്ന് അറിയപ്പെടുന്നത്. സോ പേജ് ഫാൾട്ടും സ്വാപ്പിങ്ങും ഫ്രീക്വൻ്റ് ആയിട്ട് ഹൈ റേറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൂടുതൽ സമയവും സ്വാപ്പിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ സ്വാപ്പ് ഇൻ ചെയ്യുക, സ്വാപ്പ് ഔട്ട് ചെയ്യുക, ഈ ഒരു പ്രോസസ്സിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം സി പി യുവിൻ്റെ പ്രോസസ്സുകൾ ചെയ്യാൻ നമുക്ക് ടൈം കുറയും. അതുകൊണ്ട് എന്താണ് സി പി യു യൂട്ടിലൈസേഷൻ ഈ ത്രാഷിംഗ് കാരണം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് പേജ് ഫ്രെയിംസ് കുറവും എന്നാൽ നമുക്ക് ആവശ്യമുള്ള പേജസ് കൂടുന്ന സാഹചര്യം വരുമ്പോൾ, അതായത് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെയിം പേജസ് ഇങ്ങനെ വരും. അതായത് ആക്റ്റീവ് ആണ് ശരിക്കും ഇവിടെ എല്ലാ പേജസും. എല്ലാ പ്രോസസ്സുകളും ആക്റ്റീവായിട്ട് ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിലാണെന്ത് പേജ് ഫാൾട്ട് കൂടുക. സോ സ്വാപ്പിംഗ് കൂടും. സോ നമുക്ക് എന്താണ് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സുകളെ, അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് ഇൻടേക്ക് എടുക്കുകയും ഔട്ട് ഗോയിങ്ങുകളിലെ പ്രോസസ്സുകൾ കൂടുന്നതിനനുസരിച്ച് സി പി യു യൂട്ടിലൈസേഷൻ കുറയുകയും ചെയ്യും. അതാണെന്ത് ത്രാഷിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരു മേജർ പ്രോബ്ലം. ദെൻ ത്രാഷിംഗ് സംഭവിക്കുമ്പോൾ സി പി യുവിന് കൂടുതൽ ടൈം എന്താണ് സ്വാപ്പിങ്ങിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. സോ നമ്മുടെ ആക്ച്വൽ പ്രൊഡക്റ്റീവ് വർക്കിന് ഇങ്ങനെ വളരെ കുറഞ്ഞ സമയമേ സി പി യുവിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണെന്ത് ത്രാഷിങ്ങിൻ്റെ ഒരു ഫിഗർ അല്ലേ? വൈ ആക്സിസിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? സി പി യു യൂട്ടിലൈസേഷൻ അല്ലേ? എക്സ് ആക്സിസിൽ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങും. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കൂടുന്നതിനനുസരിച്ച് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ സി പി യു യൂട്ടിലൈസേഷൻ ആകെ ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ സി പി യു യൂട്ടിലൈസേഷൻ ആകെ ഡൗൺ ആയി പോകും. ഇനി ത്രാഷിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെക്സ്റ്റ് ട്രൈ ചെയ്യുക എങ്ങനെ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പോൾ രണ്ട് രീതിയിലുള്ള അൽഗോരിതംസ് ആണ് ട്രൈ ചെയ്യുക. ഒന്നെന്താണ് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതവും, ഒന്നെന്താണ് ലോക്കൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതവും. ഫസ്റ്റ് വൺ എന്താണ് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം അല്ലേ? ദി ഗ്ലോബൽ പേജ് റീപ്ലേസ്മെന്റ് ഹാസ് ആക്സസ് ടു ബ്രിങ് എനി പേജ് വെനെവർ ത്രാഷിംഗ് ഫൗണ്ട് ഇറ്റ് ട്രൈസ് ടു ബ്രിങ് മോർ പേജസ്. ഗ്ലോബൽ പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് പേജും ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. എപ്പോഴൊക്കെ ത്രാഷിംഗ് നടക്കുന്നോ അപ്പം കൂടുതൽ പേജസിന് വേണ്ടി ട്രൈ ചെയ്യും. ആക്ച്വലി ഡ്യൂ ടു ദിസ് നോ പ്രോസസ് ക്യാൻ ഗെറ്റ് ഇനഫ് ഫ്രെയിംസ് ആൻഡ് ആസ് എ റിസൾട്ട് ദി ത്രാഷിംഗ് വിൽ ഇൻക്രീസ് മോർ ആൻഡ് മോർ. അങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഫ്രെയിംസ് പ്രോസസ്സിന് കിട്ടാതെ വരും. കാരണം എന്താണ്? ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ ത്രാഷിംഗ് അതുകൊണ്ട് തന്നെ കൂടും. സോ നെഗറ്റീവായ ഒരു ഇമ്പാക്റ്റ് ആണെന്ത് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെന്റ് കൊണ്ട് ഉണ്ടാവുക. സോ ത്രാഷിംഗ് നടക്കുമ്പോൾ ഇത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡും അല്ല. അടുത്താണ് ലോക്കൽ പേജ് റീപ്ലേസ്മെന്റ് അല്ലേ? അൺലൈക്ക് ദി ഗ്ലോബൽ പേജ് റീപ്ലേസ്മെന്റ്, ദി ലോക്കൽ പേജ് റീപ്ലേസ്മെന്റ് വിൽ സെലക്ട് പേജസ് വിച്ച് ഓൺലി ബിലോങ്സ് ടു ദാറ്റ് പ്രോസസ്സ്. ലോക്കൽ പേജ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് എന്തെന്നാൽ ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന പേജസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സെലക്ട് ചെയ്യുകയുള്ളൂ.
ഇവിടെ ഏതെങ്കിലും ഒരു പേജിനെ പോയിട്ട് സെലക്ട് ചെയ്യുക എന്നതല്ല നടക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ എന്താണ്, ത്രാഷിംഗ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയുന്നതാണ്. ഇനി ട്രാഷിംഗ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ലോക്കൽ പേജ് റീപ്ലേസ്മെന്റ് ആണ് ഗ്ലോബൽ പേജ് റീപ്ലേസ്മെന്റിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ ലോക്കൽ പേജ് റീപ്ലേസ്മെന്റിനും കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ നമ്മൾ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, വർക്കിംഗ് സെറ്റ് മോഡൽ അല്ലേ. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ഓഫ് ദി ലൊക്കാലിറ്റി. ദി മെയിൻ ഐഡിയ ഈസ് ടു എക്സാമിൻ ദി മോസ്റ്റ് റീസെന്റ് പേജ് റെഫറൻസ്. നമ്മൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ഒക്കെ പഠിച്ചതാണ് അല്ലേ. അതായത് മെമ്മറിയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യും, ഡാറ്റ ആക്സസ് ചെയ്ത് പോകാൻ പറ്റും. സോ വൺ ആഫ്റ്റർ അനദർ ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കിംഗ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ വർക്കിംഗ് സെറ്റിന്റെ ബേസിൽ മാത്രം പേജസ് ആക്സസ് ചെയ്ത് കൊടുക്കും. ഇതിലെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് മോസ്റ്റ് റീസെന്റ് ആയി നമ്മൾ റെഫർ ചെയ്ത പേജസ്, അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള പേജസ്, അങ്ങനെയാണ് എന്ത് വർക്കിംഗ് സെറ്റ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് ഫാൾട്ട് ഫ്രീക്വൻസി അല്ലേ. വർക്കിംഗ് സെറ്റ് മോഡലിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയ ടെക്നിക്കാണ് എന്ത് പേജ് ഫാൾട്ട് ഫ്രീക്വൻസി. അപ്പം നമുക്കറിയാം ത്രാഷിംഗ് ഒഴിവാക്കണമെങ്കിൽ പേജ് ഫാൾട്ട് റേറ്റ് കുറയ്ക്കണം. സോ ഈ ഒരു പേജ് ഫാൾട്ട് റേറ്റ് കൺട്രോൾ ചെയ്ത് പോകാനാണ് പേജ് ഫാൾട്ട് ഫ്രീക്വൻസി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പേജ് ഫാൾട്ട് വളരെ കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പേജ് ഫ്രെയിംസ് വേണ്ടി വരും. അതേപോലെ പേജ് ഫാൾട്ട് കുറവാണ് എന്നതിന് മീനിങ് അത്രയും പേജ് ഫ്രെയിംസ് ഉണ്ട് എന്നതാണ്. ഇവിടെ y ആക്സിസിൽ പേജ് ഫാൾട്ട് റേറ്റ് ആണ് കാണാൻ കഴിയുക, x ആക്സിസിൽ എന്താണ് നമ്പർ ഓഫ് ഫ്രെയിംസും. ഇതിൽ നമുക്കൊരു അപ്പർ ബൗണ്ടും അതുപോലെ തന്നെ ലോവർ ബൗണ്ടും കാണാൻ കഴിയും. ഈ ഒരു അപ്പർ ഓഫ് ബൗണ്ടിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നമ്പർ ഓഫ് ഫ്രെയിംസ് കൂട്ടി കൊടുക്കേണ്ടി വരും. കാരണം പേജ് ഫാൾട്ട് റേറ്റ് കൂടി എന്നാണ് മീനിങ്. ലോവർ ബൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രെയിംസ് അത്ര ആവശ്യമില്ല. കാരണം എന്താണ്, പേജ് ഫാൾട്ട് റേറ്റ് കുറഞ്ഞു എന്നാണ് മീനിങ്. അതായത് അപ്പർ ബൗണ്ടിന് മേലേക്കും ദെൻ ലോവർ ബൗണ്ടിന് താഴേക്കും പോകാൻ പാടില്ല. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ അല്ലേ, അതിൽ നമ്മൾ പേജ് ഫാൾട്ടിനെ കൺട്രോൾ ചെയ്ത് പോകണം. എന്നാൽ ത്രാഷിംഗ് ഒഴിവാക്കാം എന്നതാണത് പേജ് ഫാൾട്ട് ഫ്രീക്വൻസിയുടെ മീനിങ് എന്ന് പറയുന്നത്.